അനുവദിച്ചിരുന്ന അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകി എഡിജിപി എം.ആർ. അജിത് കുമാർ ഈ മാസം 14 മുതൽ 4 ദിവസത്തേക്കാണ് അവധി അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം IPS തലപ്പത്ത് വലിയ അഴിച്ചുപണി നടത്തിയതിന് പിന്നാലെയാണ് അജിത് കുമാർ അപേക്ഷ നൽകിയത്. നേരത്തെ ഓണം പ്രമാണിച്ചായിരുന്നു അവധി അപേക്ഷ നൽകിയത്. MG മിഥുനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. തിടുക്കപ്പെട്ട് ഇന്ന് നടക്കുന്ന യോഗങ്ങൾക്ക് പിന്നാലെ ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ തൊട്ട് മുഖ്യമന്ത്രി പറയുന്നത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നടപടിയെടുക്കാം എന്നുള്ളതാണ്. പക്ഷെ അതിനിടയിൽ ഈ ADGP അജിത് കുമാർ അവധി അപേക്ഷ നൽകിയപ്പോൾ മറ്റൊരു സൂചന കൂടി ചിലർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ അവധിക്ക് പിന്നാലെ ADGPയെ മാറ്റാനുള്ള ഒരു ഉദ്ദേശം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ അത് മനസ്സിലാക്കിയിട്ടാകാമോ ഈ അവധി പിൻവലിച്ചത്, അതോ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകുമോ? എന്തെങ്കിലും സൂചന ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടോ? അതായത് സ്വകാര്യ ആവശ്യങ്ങൾക്കായാണ് ADGP എം.ആർ. അജിത് കുമാർ ശനിയാഴ്ച മുതൽ അവധിയിൽ പ്രവേശിക്കുമെന്നുള്ള വിവരം പുറത്തു വരികയും ചെയ്തത്. 4 ദിവസത്തേക്കായിരുന്നു അന്ന് അവധിക്ക് അപേക്ഷ നൽകിയതും അത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും അവധി നീട്ടിയേക്കുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ട് സർക്കാരിന്റെ ഉത്തരവിറങ്ങുന്നു. അതിൽ PV അൻവർ ആരോപണം ഉന്നയിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനത്തെല്ലാം ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെ കൂടിയാണ് ഇത്തരത്തിൽ അജിത് കുമാറിന്റെ തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല, അവധിയിൽ പ്രവേശിക്കേണ്ട സാഹചര്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവധി പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അജിത് കുമാർ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആരോപണം ഉയർന്നപ്പോൾ തന്നെ എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന വിഭാഗങ്ങളിൽ നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. ഇതിനായി പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുമായി പോലീസ് മേധാവി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ മാറ്റേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അവധിയിൽ പ്രവേശിക്കുന്ന അദ്ദേഹം മടങ്ങിയെത്തും മുൻപ് നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അൻവറിന്റെ മൊഴി പോലീസ് മേധാവിയുടെ കൈവശത്തിൽ എത്തിയാൽ ഉടൻ തന്നെ അത് പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന സൂചന കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും. ഈ സാഹചര്യത്തിലാണ് അവധിക്കുള്ള അപേക്ഷ അജിത് കുമാർ പിൻവലിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ അൻവറിന്റെ ആരോപണവും RSS കൂടിക്കാഴ്ച വിവാദവും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അപേക്ഷ നൽകിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും നിലവിലിപ്പോൾ ഈ അഴിച്ചുപണി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒപ്പം തന്നെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം എടുത്തുകൊണ്ട് തന്നെയാണ് ADGP എം.ആർ. അജിത് കുമാർ അദ്ദേഹം ഈ ഓണവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആവശ്യങ്ങളുമായി ഉയർത്തിക്കൊണ്ട് നൽകിയിരുന്ന 4 ദിവസത്തെ അവധി അപേക്ഷ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ആര്യ, തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും